സംസ്ഥാന ബി.ജെ.പിയിലെ ഭിന്നത മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. തൃശൂരിൽ ചേർന്ന ബി.ജെ.പി യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് കെ സുരേന്ദ്രനും വി മുരളീധരനും യോഗത്തിൽ ക്ഷണിച്ചില്ലെന്നുണ്ട് പരാതി. പരാതിക്ക് അടിസ്ഥാനമില്ലെന്നും എല്ലാവരും പങ്കെടുക്കേണ്ട യോഗമല്ല നടന്നതെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് പ്രതികരിച്ചു. സംസ്ഥാന ഭാരവാഹികളെ ദേശീയ നേതൃത്വം നിശ്ചയിക്കുമെന്നും എം.ടി. രമേശ് പറഞ്ഞു. അതേസമയം കെ സുരേന്ദ്രനും മുരളീധരനും ക്ഷണമില്ലാത്ത പരിപാടിയിലേക്ക് പി.കെ. കൃഷ്ണദാസിനെയും കുമ്മനം രാജശേഖരനെയും ക്ഷണിച്ചു. ഇരുവരും തൃശൂരിലെ യോഗത്തിനെത്തുകയും ചെയ്തു. ആദ്യം നമുക്ക് എം.ടി. രമേശിന്റെ പ്രതികരണം കേൾക്കാം. അവർക്ക് പരാതിയില്ലല്ലോ. സംസ്ഥാന കോർ ഗ്രൂപ്പ് യോഗമാണ് ബി.ജെ.പിയുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി. ആ യോഗം 30-ാം തീയതി കൂടാനിരിക്കുന്നുള്ളൂ. ഞങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന വേദി അതാണ്. അവിടെയാണ് വിലയിരുത്തപ്പെടുക. ഇന്ന് പഞ്ചായത്ത് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ പ്രസിഡന്റുമാരുടെ റിപ്പോർട്ടിംഗ് മീറ്റിംഗ് ആയിരുന്നു. അതിലെല്ലാ ജില്ലാ പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും വന്നിട്ടുണ്ട്. വരാത്ത സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ബി.ജെ.പിയുടെ ഒരു സമീപനം എല്ലാ യോഗത്തിലും എല്ലാവരും വരിക എന്നല്ല. ഓരോ യോഗത്തിലും പങ്കെടുക്കേണ്ട ആളുകൾ വരും. നാളത്തെ ചില യോഗത്തിൽ ഞാൻ പങ്കെടുക്കില്ല. ഓരോരുത്തരും പങ്കെടുക്കേണ്ട യോഗത്തിലാണ് പങ്കെടുക്കുക. കേരളത്തിലെ പൊതു രാഷ്ട്രീയ സാഹചര്യങ്ങളും ബി.ജെ.പിയുടെ സംഘടനാ സാഹചര്യങ്ങളും വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന കോർ ഗ്രൂപ്പാണ്. അത് 30-ാം തീയതി തിരുവനന്തപുരത്ത് കൂടാനിരിക്കുന്നേ ഉള്ളൂ. അന്ന് തിരുവനന്തപുരത്ത് നിങ്ങളുടെ സഹപ്രവർത്തകരോട് ചോദിച്ചാൽ എല്ലാവരും ഉണ്ട്, നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. നമുക്കിപ്പം ടി വി പ്രസാദും റോഷിപാലും ചേരുന്നുണ്ട്. റോഷിപാൽ, ഇന്ന് തൃശ്ശൂരിൽ നടന്ന യോഗം ജില്ലാധ്യക്ഷന്മാരുടെ യോഗമാണ്. അതുകൊണ്ട് സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യം ആവശ്യമില്ല പലരുടെയും എന്ന് പറയുമ്പോഴും കുമ്മനം രാജശേഖരനും അവിടെ പി.കെ. കൃഷ്ണദാസും അടക്കമുള്ളവരോട് എത്തിയിട്ടുണ്ട്. കെ സുരേന്ദ്രനും മുരളീധരനെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുമില്ല. എന്താണ് യഥാർത്ഥത്തിൽ ഇന്ന് തൃശ്ശൂരിൽ സംഭവിച്ചത് റോഷി? അരുൺകുമാർ, ഇന്ന് ചേർന്ന യോഗം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം സംസ്ഥാന ഭാരവാഹികളെ നിശ്ചയിച്ചില്ല. ഉടൻ പുനഃസംഘടന നടക്കും. അതിനു പുറമെ ജില്ലാ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന ചർച്ചകളടക്കം പുരോഗമിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളടക്കം ചർച്ച ചെയ്യുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ വിശകലനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യോഗത്തിലാണ് സംസ്ഥാന ബി.ജെ.പിയിലെ ഏറ്റവും മുതിർന്ന 2 നേതാക്കളെ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്ന വിമർശനമാണ് മറുഭാഗം ഉയർത്തുന്നത്. ഏറ്റവും ഒടുവിൽ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രനെ എന്തുകൊണ്ട് യോഗത്തിൽ വിളിച്ചില്ല എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് സുരേന്ദ്രനെ അനുകൂലിക്കുന്നവർ ഉയർത്തുന്നത്. സാധാരണ സംസ്ഥാന നേതൃയോഗം നടക്കുമ്പോൾ എല്ലാ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരെ യോഗത്തിലേക്ക് വിളിച്ചു ചേർക്കാറുണ്ട്. അങ്ങനെ 2 മുൻ സംസ്ഥാന അധ്യക്ഷന്മാരെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു യോഗം സംഘടിപ്പിച്ചത് എന്ന ചോദ്യമാണ് പ്രധാനപ്പെട്ടത്. കാരണം ഇവർ രണ്ടുപേരും സജീവമായി ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ളവരാണ്. അങ്ങനെ ഒരു സംസ്ഥാന നേതൃയോഗം വിളിക്കുമ്പോൾ സ്വാഭാവികമായും ആ യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉയർത്തേണ്ടവരാണ് കെ സുരേന്ദ്രനും വി മുരളീധരനും. അങ്ങനെയുള്ള 2 പേരെ മാറ്റി നിർത്തിയതാണ് വിമർശനത്തിന് വഴിയൊരുക്കിയത്. ഇവർ വിട്ടുനിന്നതാണ് അടക്കമുള്ള ആക്ഷേപങ്ങൾ ഒരു ഭാഗത്ത് ഉയരുമ്പോൾ തന്നെ ഈ യോഗം ഇവർ പങ്കെടുക്കേണ്ട യോഗമല്ലെന്ന് എം.ടി. രമേശും വിശദീകരിക്കുന്നുണ്ട്. 30-ന് തിരുവനന്തപുരത്ത് കോർ കമ്മിറ്റി യോഗമുണ്ട്. ആ യോഗത്തിലാണ് ഇവർ പങ്കെടുക്കേണ്ടതെന്ന് പറയുന്നു. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനമായും അരുൺകുമാർ, സാധാരണ സംസ്ഥാന നേതൃയോഗം നടക്കുമ്പോൾ മുൻ സംസ്ഥാന അധ്യക്ഷൻ, തൊട്ടു മുമ്പുള്ള സംസ്ഥാന അധ്യക്ഷൻ ആ യോഗത്തിൽ പങ്കെടുക്കാറുണ്ട്, അവരെ വിളിക്കാറുമുണ്ട്. ഇപ്പോൾ ഏറ്റവും സജീവമായി ബി.ജെ.പിയുടെ രംഗത്തുള്ളവരാണ് ഇവർ 2 പേരും. ഇവർ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ നേരത്തെ തൊട്ടുമുമ്പ് രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനാകുന്നതിന് മുമ്പ് കെ സുരേന്ദ്രൻ അധ്യക്ഷനായിരിക്കുമ്പോൾ എല്ലാ സംസ്ഥാന നേതൃയോഗങ്ങളും വി മുരളീധരൻ അടക്കമുള്ള എല്ലാ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരും പങ്കെടുക്കാറുണ്ടായിരുന്നു എന്നാണ് പ്രധാനപ്പെട്ടത്. ഏതായാലും പി.കെ. കൃഷ്ണദാസിനെയും കുമ്മനം രാജശേഖരനെയും മാത്രം വിളിച്ചു ചേർത്ത യോഗത്തിൽ അത് ഒരു ഭിന്നത രൂക്ഷമാകുന്നതിന് സൂചനയായി വേണമെങ്കിൽ വിലയിരുത്തേണ്ടി വരും. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം വരുന്ന ഈ ഘട്ടത്തിൽ ഈ 2 നേതാക്കളെ മാറ്റി നിർത്തുമ്പോൾ സംഘടനയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, തുടർ ദിവസങ്ങളിൽ സംഘടനാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഏറ്റവും വലിയ വെല്ലുവിളിയായി പുതിയ നേതൃത്വത്തിന് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, താങ്ക് യു റോഷി. ഇപ്പോൾ ടി വി പ്രസാദ് കൂടി നമുക്കൊപ്പം ചേരുന്നു. ടി വി പ്രസാദ്, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുത്തതിനു ശേഷം കെ സുരേന്ദ്രനെ ആണെങ്കിലും മുരളീധരനെ ആണെങ്കിലും നമ്മൾ പുറത്ത് കാണുന്നില്ല. പല വിഷയങ്ങളിലും അവർ പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ പോലും അവർ പിൻവാങ്ങി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മറുഭാഗത്ത് രാജീവ് ചന്ദ്രശേഖർ ഇവരെ ആരെയും പരിചയസമ്പന്നരായ ഈ മുതിർന്ന സംസ്ഥാന അധ്യക്ഷന്മാരെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. അടുത്ത കാലത്ത് ബി.ജെ.പിക്ക് ഒരുപാട് തെരഞ്ഞെടുപ്പ് വളർച്ച ഉണ്ടാക്കി കൊടുത്തവരാണ് ഇരു നേതാക്കളും. പ്രത്യേകിച്ച് കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സമയത്താണ് വലിയ രീതിയിൽ ബി.ജെ.പിയുടെ വളർച്ച കാണിച്ചത് പോലും. ആ പരിചയസമ്പന്നത പോലും യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഉപയോഗിക്കുന്നില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നിപ്പോൾ ജില്ലാ നേതൃത്വ യോഗത്തിലും കെ സുരേന്ദ്രനെ വിളിക്കുന്നില്ല. അതേസമയം കുമ്മനം രാജശേഖരനെയും പി.കെ. കൃഷ്ണദാസിനെയും വിളിക്കുന്നു, മുരളീധരനെ ഒഴിവാക്കുന്നു. അപ്പോൾ പാർട്ടിക്കുള്ളിൽ രാജീവ് ചന്ദ്രശേഖർ വളരെ കൃത്യമായി ബോധപൂർവ്വം ഇടപെട്ട് സുരേന്ദ്രനെയും ഒപ്പം തന്നെ മുരളീധരനെയും ഒതുക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നതാണ് ആരോപണം. ഒരർത്ഥത്തിൽ നടക്കുന്നത് അതാണോ?
അങ്ങനെ തന്നെയാണ് ഇരുവരെയും അനുകൂലിക്കുന്നവർ വിശ്വസിക്കുന്നത്. അരുൺ, അത് സംബന്ധിച്ച് ഉച്ച മുതൽ തന്നെ ഈ പ്രശ്നങ്ങൾ അനുകൂലികൾ ഉയർത്തി തുടങ്ങിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ വിവരം കൃത്യമായി ആളുകളിലേക്ക് എത്തുകയും ചെയ്യുന്നത്. കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സംഘടനാ രീതിയാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നത് എന്നുള്ളത് നേരത്തെ തന്നെ വലിയ ചർച്ചയായതാണ്. അതിന് പിന്നാലെ ഇന്നത്തെ യോഗത്തിൽ അത് ജില്ലാധ്യക്ഷന്മാരുടെ യോഗമെന്ന് വിശദീകരിക്കുമ്പോൾ നേരത്തെ റോഷി പറഞ്ഞതുപോലെ എന്തിനാണ് പിന്നെ അവിടെ മുൻ പ്രസിഡന്റുമാരായ PK കൃഷ്ണദാസും കുമ്മനവും എത്തിയത് എന്ന ചോദ്യം ഉയരുകയാണ്. നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖർ വന്ന് പുനഃസംഘടനയൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ വി മുരളീധരൻ്റെയും അതുപോലെ കെ സുരേന്ദ്രൻ്റെയും ഒന്നിച്ചുണ്ടായിരുന്ന മീഡിയ കൈകാര്യം ചെയ്തവരെയാണ് ആദ്യം മാറ്റിയത്. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തവരെയും മീഡിയ കൈകാര്യം ചെയ്തവരെയും മാറ്റി പകരം ആളുകളെ നിശ്ചയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. രാജീവ് ചന്ദ്രശേഖർ വളരെ കൃത്യമായി അദ്ദേഹത്തിന് വേണ്ടുന്നവരെ മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സംഘടനാ രീതിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. രാഷ്ട്രീയ രംഗത്ത് പരിചയമില്ലാതിരുന്നിട്ട് കൂടിയും രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ BJPക്ക് വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സഹായിച്ചു എന്ന് BJP പ്രവർത്തകർ ഉറച്ചു വിശ്വസിക്കുന്ന കെ സുരേന്ദ്രനെ അവഗണിക്കുകയാണ്. വി മുരളീധരനെ മാറ്റി നിർത്തുകയാണ്. യഥാർത്ഥത്തിൽ ഇവരുടെ രണ്ടുപേരുടെയും സഹായം തനിക്ക് ആവശ്യമില്ല എന്ന മെസ്സേജ് പുറത്തേക്ക് വരുന്ന രീതിയിലാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ നീക്കം. ഉറപ്പായും ഇത് കെ സുരേന്ദ്രൻ്റെയും വി മുരളീധരൻ്റെയും അനുയായികൾ അത് വലിയ രീതിയിൽ വലിയ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ തീർച്ചയായിട്ടും അധ്യക്ഷന്മാരല്ലേ BJPക്ക് സംസ്ഥാനത്ത് വളർച്ച നേടിക്കൊടുത്ത അധ്യക്ഷന്മാരെ ഒഴിവാക്കിക്കൊണ്ടാണ് പുതിയ നേതൃത്വം പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനിതിൽ എതിർ ശബ്ദങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അത് സ്വാഭാവികമാണല്ലോ. ഇനി കോർ കമ്മിറ്റിയുണ്ട്. 30-ാം തീയതി കോർ കമ്മിറ്റിയിൽ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.